ദൈവഹിതം തിരിച്ചറിഞ്ഞവൾ. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധയായ ദൈവമാതാവിൻ്റെ ഇഹലോകാന്ത്യത്തെക്കുറിച്ച് മഹിമയേറിയ ഒരു വാങ്ങിപ്പുണ്ടായി എന്നും ശരീരപ്രകാരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും നാം വിശ്വസിക്കുന്നു. ഹാനോക്കിനെ പോലെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിയെന്ന്. പഴയ നിയമഭക്തന്മാർക്ക് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ പുതിയ നിയമഭക്തന്മാർക്കും അതിനേക്കാൾ ഉപരിയായി ഉയർത്തപ്പെടുവാൻ സാധിക്കും. ദൈവത്തിൻ്റെയും ദൈവപുത്രനായ തൻ്റെ ഏകജാതൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവസഭയുടെയും ദൈവദൂതന്മാരുടെയും ലോകത്തിലെ സർവ മനുഷ്യരുടെയും മുൻപിൽ ഏറ്റവും താഴ്ന്നുകൊടുത്ത കന്യകയായിരുന്നു അവൾ. തന്നെ തന്നെ ദൈവമുൻപാകെ സമർപ്പിച്ചവൾ. ദൈവ സൃഷ്ടികളിൽ ഏറ്റവും ഉയർത്തപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധിമതിയും അവൾ മാത്രം. തമ്പുരാനെ, ഞങ്ങളുടെ ഈ ലോക ജീവിതം പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകുമ്പോഴും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ തന്നെ തമ്പുരാനെ തിരുസന്നിധിയിൽ താഴ്മയോടെ സമർപ്പിക്കുവാനുള്ള ഒരു കൃപ ദൈവമേ അടിയങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഒരു താഴ്മയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉയർച്ചയുടെ പടവുകൾ കയറുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ എടുത്തുപയോഗിക്കുന്നതായി നമുക്കനുഭവിച്ചറിയുവാൻ സാധിക്കും. തലമുറകൾ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വിശുദ്ധയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും കാവലും കോട്ടയുമായി തീരുമാറാകട്ടെ.